സനീഷ് പി ആർ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ തളിപ്പറമ്പ് നിയോജകമണ്ഡല സെക്രട്ടറിയാണ്. അദ്ദേഹം രാജി സംബന്ധിച്ച കാര്യത്തിനകത്ത് എൻ്റെ വാട്സപ്പിലേക്കാണ് ആ രാജി അയച്ചിരിക്കുന്നത്. അതിൽ സ്വീകർത്താവായി വെച്ചിരിക്കുന്നത് നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയോടും അതുപോലെ അനുബന്ധ പാർട്ടി നേതാക്കന്മാരോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. രാജി ലഭിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഒരു നിയോജകമണ്ഡലം സെക്രട്ടറിയെ നിയോഗിക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാനത്തു നിന്ന് പുറത്താക്കാനുള്ള വിവേചനാധികാരം യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കില്ല. അതിനകത്ത് തീരുമാനമെടുക്കാനുള്ള അധികാരം പൂർണ്ണമായിട്ടും ജില്ലാ കമ്മിറ്റിയുടെ അധീനതയിൽ വരുന്നൊരു അധികാരപരിധിയാണ്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന ഇടപെടലുകൾ നമുക്കറിയാം. ഈ സമീപകാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ആ വിഷയത്തിനകത്ത് അതൃപ്തികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഈ പാർട്ടിയിൽ സജീവമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ ക്രിയാത്മകമായ രീതിയിൽ തന്നെ ഇടപെടാൻ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഭാവിയിൽ വേണ്ടതെന്നുള്ളത് കൃത്യമായി പാർട്ടി പരിശോധിച്ച് അതിനകത്തൊരു ഇടപെടൽ ഉണ്ടാവുന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഈ സനീഷ് നിങ്ങളുടെ ബ്ലോക്ക് സെക്രട്ടറി ആണല്ലോ. അതെ അതെ. ഇത് ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരാളാണ്. പകർപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ ഫോർവേഡ് ചെയ്തു? അത് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടി അംഗത്വമല്ല, യൂത്ത് കോൺഗ്രസിന്റെ തളിപ്പറമ്പ് നിയോജകമണ്ഡലം പ്രസിഡന്റ്, നിയോജകമണ്ഡലം സെക്രട്ടറി എന്നൊരു സ്ഥാനമാണ് രാജിവെച്ചത്. പാർട്ടി അംഗത്വം രാജിവെച്ചു എന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയിൽ ഇല്ല, അതിനകത്ത് പറയുന്നില്ല. ഭാരവാഹിത്വം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പാർട്ടി ഏൽപ്പിച്ച ഭാരവാഹിത്വം രാജിവെച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ രാജിക്കത്ത് ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ആ രാജിക്കത്ത് അംഗീകരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റിക്ക് ഔദ്യോഗികമായി അങ്ങനെ ഒരു രാജിക്കത്ത് ലഭിച്ചിട്ടില്ല. അത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് കോപ്പി ടു ജില്ലാ പ്രസിഡന്റ് കൂടിയുണ്ട്. പക്ഷേ ആ രാജി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ്. ഞങ്ങൾ ഇതുവരെയായിട്ട് ആ രാജി സ്വീകരിച്ചിട്ടില്ല. ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ സമയത്ത് പോലും പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഒരു രാജി സ്വീകരിക്കാനുള്ളൊരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും നേരിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിഞ്ഞു, വിജയാഹ്ലാദ പ്രകടനങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥിമാരുടെ പര്യടനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായ ഒരു വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കൂടുതലായിട്ട് ചർച്ചയാക്കരുത്, അതിനുശേഷം നമുക്കത് വേണ്ട പോലെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ അതിനുള്ള സമയമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. നേതൃത്വമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നേതൃത്വം വേണ്ട ഇടപെടലുകൾ, നമുക്കറിയാം ഇതൊരു വൈകാരിക വിഷയമായിട്ടാണ് പ്രവർത്തകർ കാണുന്നത്. അപ്പോൾ വൈകാരിക വിഷയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചായ കുടിക്കാൻ പോലും പാർട്ടിയുടെ ഒരു സാമ്പത്തികമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാത്ത സാധാരണ പ്രവർത്തകർ, ഈ പാർട്ടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത സാധാരണ പ്രവർത്തകരുടെ വൈകാരിക വിഷയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഒരാൾ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ അത് ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സാധാരണ പ്രവർത്തകനാണെങ്കിൽ പോലും ഒരു പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുക അന്നൊരു വിഷയം അതിനകത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങൾ ചർച്ചയിൽ വന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ കൂടി അത് ആരായാലും അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക വിഷയമാണ്. അതിനകത്ത് ഒരു പ്രവർത്തകനെ പോലും ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനുവേണ്ട ഇടപെടലുകൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തും ഉണ്ടാവുമെന്നാണ് പറയാനുള്ളത്. ഈ രാജിക്കത്തിൽ DCC പ്രസിഡന്റിനെ പറ്റി എന്തെങ്കിലും പരാമർശം? ഇല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. DCC പ്രസിഡന്റായിട്ട് പറയുന്നില്ല. പരിഹരിച്ചില്ല എന്ന് രാജിക്കത്തിൽ അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് DCC ലെവലിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റി അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മളതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിനകത്തൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായ ഒരു പ്രവർത്തകനെ, ഒരു നേതാവിനെ നമ്മൾ തള്ളിക്കളയുന്നത് ശരിയല്ല. അതെന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് അതിനകത്ത് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ നിൽക്കുകയാണ്. ഇതുവരെയായിട്ട് അതിനകത്തൊരു പൂർണ്ണമായി ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതൊക്കെ. യൂത്ത് കോൺഗ്രസിന് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. മുൻപ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനകത്തുള്ള കാര്യങ്ങളിൽ ഞങ്ങളെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ആ വിഷയം പരിഹരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകളോ തുടർ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. പിന്നീട് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ഒരു സമയത്താണ് ചില വിഷയങ്ങൾ, അത് പൊതുവേദിയിൽ നമുക്ക് പറയാൻ പറ്റില്ല, ആഭ്യന്തര കാര്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടിയുടെ. അതുകൊണ്ട് പൊതുവേദിയിൽ അത് പറയുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു കാരണവശാലും ഈ പാർട്ടിയിൽ നിന്ന്
ഒരു പാർട്ടി അംഗത്വത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. ആ അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച ആ രാജി പോലും സ്വീകരിക്കാൻ ഞങ്ങളിപ്പോൾ തയ്യാറല്ല. അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും. അദ്ദേഹത്തെയും കൂടെ ഈ പാർട്ടിയോട് അടുപ്പിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ടേക്ക് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്.